DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന 62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു. ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായി ഫെബ്രുവരി മാസത്തെ പെൻഷനായ 2000 രൂപയുടെ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. 26 ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമായി ഭൂരിഭാഗം അക്കൗണ്ടുകളിലേക്കും പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അക്കൗണ്ടിൽ തുകയെത്തിയതായി മെസ്സേജ് ലഭിച്ചവർ അക്കാര്യമൊന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് വീടുകളിലെത്തി തുക നൽകുന്നതാണ്. ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്ക് 2000 രൂപ ലഭിച്ച് 1-2 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക. കാരണം ഓരോ സഹകരണ ബാങ്കിലേക്ക് വിതരണം ചെയ്യാനുള്ള പെൻഷൻ തുകയും ലിസ്റ്റും എത്തിയതിന് ശേഷമാണ് ജീവനക്കാർ അവരുടെ ഏരിയയിലുള്ള വീടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുക. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നവരുടെ പെൻഷൻ വിതരണം 1-2 ദിവസം കൊണ്ട് ഏകദേശം പൂർത്തിയാകുമെങ്കിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ 7 മുതൽ 10 ദിവസം വരെ സാധാരണ എടുക്കാറുണ്ട്. അപൂർവം ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്കും 4-5 ദിവസങ്ങൾക്ക് ശേഷം തുക ക്രെഡിറ്റ് ആകാറുണ്ട്. 1050 കോടി രൂപയാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുന്ന 8.5 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം നൽകുന്നതിനായുള്ള തുകയും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ PFMS സംവിധാനം വഴിയാണ് കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നത്. അതിനാൽ ഇപ്പോൾ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിലും കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് 200, 300, 500 എന്നീ തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തുക. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ തുക പ്രത്യേകമായി തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്രവിഹിത തുക എത്തുക. അതിനാൽ തന്നെ ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക്ഡ് ആണോ എന്ന് എല്ലാ ഗുണഭോക്താക്കളും പരിശോധിക്കുക. ധനമന്ത്രിയുടെ പെൻഷൻ വിതരണ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ 62 ലക്ഷം ഗുണഭോക്താക്കളുടെ ഫോണിലേക്ക് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിയിപ്പും എത്തിയിരുന്നു. ഇന്ന് പെൻഷന്റെ വിതരണം ആരംഭിക്കുമെങ്കിലും ഇന്ന് തന്നെ തുക കിട്ടാത്തവർ വിഷമിക്കേണ്ടതില്ല. നാളെയോ മറ്റന്നാളോ ഒക്കെയായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. എന്തായാലും സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന സന്തോഷ വാർത്ത സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.